Good morning, students. Welcome to today's class. Today we are discussing about security services. Okay, before that we have already discussed about security attacks. Security attacks എന്ന് പറയുമ്പോൾ the access of the information by an unauthorized user. Unauthorized user information access ചെയ്യുന്നതിനാണ് attack എന്ന് പറയുന്നത്. So in order to reduce this attack, we need to give some services to the computer or other network security. In order to provide network security provide ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം സർവീസസ് സെക്യൂരിറ്റി സർവീസസ് കൊടുക്കണം. Okay, when a data sent from a sender to receiver, that is from A to B, ഒരു A to B ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സെക്യൂർഡ് ഓർ അത് ആ ഒരു ബിയുടെ കയ്യിലെത്തുമ്പോൾ ദ കണ്ടന്റ് ഓഫ് ദ മെസ്സേജ് വിൽ നോട്ട് ബി ചേഞ്ച്. കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആൾസോ ഇത് വേറൊരാൾ ഒരു അൺഓതറൈസ്ഡ് യൂസറിനെ ആക്സസ് ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്യാതിരിക്കാനും വേണ്ടി നമ്മുടെ രണ്ട് സ്റ്റാൻഡേർഡ്സ്, ദാറ്റ് ഈസ് X.800 ആൻഡ് RFC 2828 ഇവർ കൊണ്ടുവന്ന് വന്ന ഒരു സർവീസസ്, ഈ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്ന സർവീസസ് ആണ് സെക്യൂരിറ്റി സർവീസസ്. സോ it includes 5 security services, that is data confidentiality, data integrity, authentication. Under authentication we have two groups, that is peer entity and data origin, non-repudiation. Under this we have two categories, that is proof of origin and proof of delivery, and access control. Okay, so these are the 5 security services. Then moving to the next, categories of services and their task. Okay, നമ്മൾ ഡിഫറെൻറ്റ് 5 categories of services പഠിച്ചു അല്ലേ? 5 categories of service പഠിച്ചു. ഇവരുടെ ടാസ്കുകളാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് വാട്ട് ഇസ് ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ഡിസ്ക്ലോസർ. സോ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന സർവീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് നമ്മുടെ ഡാറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന സർവീസ് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ഓർ പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു ദ ഡാറ്റ സെൻഡ് ത്രൂ ദ നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്കിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഡാറ്റക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഏതൊക്കെ ഫീൽഡിലാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഏതൊക്കെ ടാസ്ക് ആണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി. അതായത് കണക്ഷൻ എന്തായിരിക്കും? ഓക്കെ, കണക്ഷനിൽ വരുന്ന കോൺഫിഡൻഷ്യാലിറ്റി, കണക്റ്റഡ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? അൺഓതറൈസ്ഡിന് ഡിസ്ക്ലോസറിന് വേണ്ടി അൺഓതറൈസ്ഡ് ആക്സസിനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് കണക്ഷൻലെസ് ഏരിയയിലും കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യും. ദെൻ സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി, ഒരു സെലക്റ്റീവ് ഏരിയയിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻഷ്യൽ ആക്കി പ്രൊട്ടക്ട് ചെയ്യും, സെക്യൂർ ചെയ്യും. ദെൻ ഡാറ്റ ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി, ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് ആ ഒരു ട്രാഫിക് വരെ, അതായത് നമുക്ക് ഇതൊക്കെ അറിയാം പാസീവ് അറ്റാക്കാണ്. ഈ പാസീവ് അറ്റാക്കിൽ നിന്നെല്ലാം ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന സർവീസ് കൊടുത്തിട്ട് നമുക്ക് ഈ പാസീവ് അറ്റാക്കിൽ നിന്നെല്ലാം നമ്മുടെ ഇൻഫോർമേഷന് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. വാട്ട് ഈസ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി? Data integrity is nothing but no modification should be done during the transmission. ട്രാൻസ്മിഷൻ്റെ സമയത്ത് മോഡിഫിക്കേഷൻ ഒന്നും നമ്മുടെ ഡാറ്റയിൽ എത്താതെ റിസീവറിൽ നമ്മുടെ ഡാറ്റ കറക്റ്റ് എത്തുന്നതിനാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി പറയുക. അഷുറൻസ് ദാറ്റ് ഡാറ്റ ഈസ് ആസ് സെൻഡ് ബൈ ഓതറൈസ്ഡ് എൻറ്റിറ്റി വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ. ആരാണ് ഓതറൈസ്ഡ് എൻറ്റിറ്റിക്ക്, ഏത് ഓതറൈസ്ഡ് എൻറ്റിറ്റി, ദാറ്റ് ഈസ് A to B ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇത് ഷുഡ് നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ ഇൻഫോർമേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് 5 ടാസ്ക്, ദാറ്റ് ഇസ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി വിത്ത് റിക്കവറി. അതായത് കണക്ഷനിൽ വരുന്ന ചേഞ്ചസ് റിക്കവറിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? സർവീസ് പ്രൊവൈഡ് ചെയ്യാം, അതായത് അറ്റാക്ക് റെഡ്യൂസ് ചെയ്യാം. കണക്ഷൻ വിത്തൗട്ട് റിക്കവറി ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിക്കവറി അല്ല മെയിൻ കൺസേൺ, കാരണം നമ്മുടെ ഡിറ്റക്ഷനാണ് മെയിൻ കൺസേൺ അല്ലേ? അറ്റാക്ക് ചെയ്തു എന്നുള്ള ഡിറ്റക്ഷനാണ്. സോ നമുക്ക് റിക്കവർ ചെയ്തിട്ടും അങ്ങനെയുള്ള സർവീസ് ഉണ്ട്. റിക്കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റഗ്രിറ്റി, ഡാറ്റ ഇൻറ്റഗ്രിറ്റി അക്വയർ ചെയ്യാം. ദെൻ വിത്തൗട്ട് റിക്കവറി, ദെൻ സെലക്റ്റീവ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി, കണക്ഷൻലെസ് ഇൻറ്റഗ്രിറ്റി, കണക്ഷൻ വിത്തൗട്ട് കണക്ഷനും നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റാനെ പ്രൊട്ടക്ട് ചെയ്യാം. ദെൻ സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻലെസ് ഇൻറ്റഗ്രിറ്റി, സെലക്റ്റീവ് ഫീൽഡ് സ്പെസിഫിക് മെസ്സേജസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെസ്സേജസിന് മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി. ദെൻ തേർഡ് വൺ ഈസ് ഓതൻറ്റിക്കേഷൻ.
Authentication means assurance that communicating entity is the one that is claimed to be. That is verification of user identity. ആ യൂസർ തന്നെയാണോ എന്നുള്ളത് എന്ത് ചെയ്യാം, അഷ്യൂർ ചെയ്യാം. That is, it includes two categories, that is peer entity authentication and data origin authentication. Then next നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോൺ റെപ്യൂഡിയേഷൻ. നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുമ്പോൾ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വൺ ഓഫ് ദ എൻറ്റിറ്റീസ് ഫ്രം ഡിനൈങ് ഓൾ ഓർ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഓൾ ദ കമ്മ്യൂണിക്കേഷൻ ഡിനേ ചെയ്യുന്നത് വൺ ഓഫ് ദ എൻറ്റിറ്റി, ദാറ്റ് ഇസ് ദ ട്രാൻസ്മിറ്റർ റിസീവർ, ഇതിൽ ഏതായാലും ഡിനേ ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യാം. അതിന് നോൺ റെപ്യൂഡിയേഷൻ ഓഫ് ഒറിജിൻ ആൻഡ് ആൾസോ destination. Then last one is access control, that is prevention of unauthorized use of resources. Okay, access only to the authorized people. Okay, ഇതാണ് 5 സർവീസസ്. ഇതൊന്ന് നമുക്ക് ഇലാബറേറ്റ് ചെയ്തിട്ട് നോക്കാം. Okay, then first one is data confidentiality. Data confidentiality is the protection of transmitted data from passive attack. Passive attack നിന്ന് ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും, പാസീവ് അറ്റാക്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. ദാറ്റ് ഈസ് ട്രാഫിക് അനാലിസിസ്, അതുപോലെ തന്നെ മെസ്സേജ് കോപ്പി ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഈ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള സർവീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ കീപ്പ് എ മെസ്സേജ് സീക്രട്ട് ടു ദോസ് ദാറ്റ് ആർ നോട്ട് ഓതറൈസ്ഡ് ടു റീഡ് ഇറ്റ്. അതായത് അൺഓതറൈസ്ഡ് പീപ്പിളിന് ദ ഡാറ്റ ഇൻഫോർമേഷൻസ് സീക്രട്ട് ആയിരിക്കും. ഓക്കെ, ദെൻ കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ഇതിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടാസ്ക് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് കണക്ഷൻലെസ് കോൺഫിഡൻഷ്യാലിറ്റി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഓക്കെ, when a TCP connection is set up between two systems, ഒരു TCP connection രണ്ട് സിസ്റ്റം തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ this broad protection prevents the release of any user data transfer over the TCP connection. ഈ ഒരു കണക്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. ഈ ഒരു കണക്ഷൻ വിത്തിൻ ദ TCP കണക്ഷന് ഡാറ്റനെ എന്ത് ചെയ്യും, passive attack നിന്ന് പ്രിവെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ദി സർവീസ് പ്രൊവൈഡ്സ് ഫോർ ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഓൾ യൂസർ ഡാറ്റ ട്രാൻസ്ഫർ യൂസിങ് എ കണക്ഷൻ. ഒരു കണക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റനെ, അത് പാസീവ് അറ്റാക്കിനെ പ്രൊട്ടക്ട് ചെയ്യും. ദെൻ കണക്ഷൻലെസ് കോൺഫിഡൻഷ്യാലിറ്റി ആകുമ്പോൾ this connectionless confidentiality service will provide for the confidentiality of all user data transfer in a single connectionless data unit. അതായത് പാക്കറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും, അതായത് കണക്ഷൻലെസ് ട്രാൻസ്ഫറിലും ഈ ഒരു പാസീവ് അറ്റാക്കിൽ നിന്ന് ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ തേർഡ് വൺ പറഞ്ഞത് ഓക്കെ, സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി. സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ സർവീസ് പ്രൊവൈഡ് ഫോർ ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് സെലക്ടഡ് ഫീൽഡ് വിത്തിൻ ദ യൂസർ ഡാറ്റ ട്രാൻസ്ഫറിന് ഐദർ എ കണക്ഷൻ ഓർ എ സിംഗിൾ കണക്ഷൻലെസ് യൂണിറ്റ്. കണക്ഷനിലോ കണക്ഷൻലെസ്സോ ആയിട്ട് ഒരു സെലക്റ്റീവ് ഗ്രൂപ്പ് ഓഫ്, അതായത് നാരോ ഗ്രൂപ്പ് ഓഫ് മെസ്സേജിനെ, എ ഗ്രൂപ്പ് ഓഫ് മെസ്സേജിനെ മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയാണ് സെലക്റ്റീവ് ഫീൽഡ്. ഓക്കെ, it will protect a selected field. A selected field ne protect ചെയ്യുന്നതാണ് what is a single message, that is including the protection of single message or even a specific field. ഒരു specific ഫീൽഡിൽ അല്ലെങ്കിൽ സിംഗിൾ മെസ്സേജിന് മോർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് സെലക്റ്റീവ് ഫീൽഡ് confidentiality. Then last one, traffic flow confidentiality. That is, the other aspect of confidentiality is the protection of traffic flow confidentiality നാലാമത്തെ ടാസ്ക് പറഞ്ഞത്. ദിസ് റിക്വയർഡ് ദാറ്റ് ആൻ അറ്റാക്കർ നോട്ട് ഏബിൾ ടു ഒബ്സർവ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഫ്രീക്വൻസി ലെങ്ത്. അതായത് അറ്റാക്കറിന് സോഴ്സോ ഡെസ്റ്റിനേഷനോ ഫ്രീക്വൻസി ലെങ്ത് കിട്ടാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ അറ്റാക്കിനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ കോൺഫിഡൻഷ്യാലിറ്റി കണക്ഷൻ. ഓക്കെ, ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി. ഈ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി യൂസ് ചെയ്തിട്ട് കണക്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി, കണക്ഷൻലെസ് കോൺഫിഡൻഷ്യാലിറ്റി, സെലക്റ്റീവ് ഫീൽഡ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ട്രാഫിക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി, ഇതിനെല്ലാത്തിൽ നിന്നും, അതായത് ദീസ് ഓൾ പാസീവ് അറ്റാക്കിൽ നിന്നും ഈ ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി നമ്മുടെ ഇൻഫോർമേഷനെ പ്രൊട്ടക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി. As with confidentiality, integrity can apply to a stream of message, a single message, or a selected field within a message. Again, the most useful and straightforward approach is total stream protection. എന്തായാലും നമ്മൾ പറഞ്ഞ സെലക്റ്റീവ് ഫീൽഡ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇതിലുണ്ട്. ഓക്കെ, ആ ഒരു ടേബിൾ നോക്കി അറിയാം. സെലക്റ്റീവ് ഫീൽഡ് ഡാറ്റ ഇൻറ്റഗ്രിറ്റിയിലുണ്ട്. ഓക്കെ, സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇൻറ്റഗ്രിറ്റി, സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻലെസ് ഇൻറ്റഗ്രിറ്റി. സെലക്റ്റീവായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, എന്നാലും നമുക്ക് മെയിനായിട്ട് നമുക്ക് ഓൾ പ്രൊട്ടക്ഷൻ, ടോട്ടൽ പ്രൊട്ടക്ഷൻ ആണ് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് പറഞ്ഞ സർവീസ് എന്താണെന്ന് വെച്ചാൽ
ഡാറ്റ കണക്ടിവിറ്റിയിൽ കണക്ഷൻ ഓറിയന്റഡ് ഇന്റഗ്രിറ്റി സർവീസസ്. ഓക്കെ, ഡാറ്റ ഇന്റഗ്രിറ്റിയിൽ കണക്ഷൻ ഓറിയന്റഡ് സർവീസസ് പറഞ്ഞാൽ one that deals with a stream of messages assures that message are received as sent when no duplication, insertion, modification, reordering or replace. അതായത് നമ്മൾ എങ്ങനെയാണോ ട്രാൻസ്മിറ്റ് ചെയ്തത് ആ രീതിയിൽ തന്നെ റിസീവറിന്റെ കയ്യിലെത്തും. ഈവൻ ദർ ഇസ് എ കണക്ഷൻ ഉണ്ടെങ്കിലും. ഇനി ഇഫ് ദർ ഇസ് നോ കണക്ഷൻ ആൾസോ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഡാറ്റ ആൾസോ കവേർഡ് അണ്ടർ ദീസ് സർവീസസ്. ഓക്കെ, ഇവിടെ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യും, റെഡ്യൂസ്, അതായത് ചേഞ്ച് ചെയ്ത ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് കൊടുക്കാം. ആൻഡ് ഓൾസോ വിത്തൗട്ട് റിക്കവറിയിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ടേബിൾ ടാസ്ക് 2 ഇൻ ടേബിൾ 2.1, അതായത് വിത്ത് റിക്കവറിയും വിത്തൗട്ട് റിക്കവറിയും നമ്മൾ ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, കണക്ഷൻ ഓറിയന്റഡ് ഇന്റഗ്രിറ്റി വിത്ത് റിക്കവറി, അതായത് നമ്മൾ വന്ന ചേഞ്ചസ് നമുക്ക് റിക്കവർ ചെയ്തിട്ടും റിക്കവറി ചെയ്യാതെയും ഡാറ്റനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, കണക്ഷൻ ഓറിയന്റഡ് ഇന്റഗ്രിറ്റി സർവീസ് അഡ്രസ് ബോത്ത് മെസ്സേജ് സ്ട്രീം മോഡിഫിക്കേഷൻ ആൻഡ് ഡിനയൽ ഓഫ് സർവീസ്. ഓക്കെ, ഇനി കണക്ഷൻലെസ് ഇന്റഗ്രിറ്റി സർവീസിലാണെങ്കിലും നമുക്ക് ഡാറ്റനെ വിത്തൗട്ട് എനി ചേഞ്ച് നമുക്ക് ഡാറ്റനെ എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞ സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇന്റഗ്രിറ്റിയും സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻലെസ് ഇന്റഗ്രിറ്റിയാണ്. അപ്പോൾ സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി ഓഫ് സെലക്റ്റഡ് ഫീൽഡ്, സെലക്റ്റഡ് ഫീൽഡിന് എന്ത് ചെയ്യും, ആ ഇന്റഗ്രിറ്റി, അതായത് ആ ചേഞ്ചസ്, അതായത് ആക്റ്റീവ് അറ്റാക്ക്, ആ ഒരു അറ്റാക്കിൽ നമ്മുടെ ഇൻഫോർമേഷൻ വരുന്ന ചേഞ്ചസ് സെലക്റ്റീവ് ഫീൽഡ് വെച്ചാൽ സെലക്ട് ചെയ്ത ഏരിയാസിൽ മാത്രം ചേഞ്ചസ് റിക്കവർ ചെയ്തിട്ട് നമുക്ക് സർവീസ് കൊടുക്കാം. അല്ലെങ്കിൽ സെലക്റ്റീവ് ഫീൽഡ് കണക്ഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ഷൻലെസ് ആയിട്ടും നമുക്ക് സെലക്റ്റീവ് ഫീൽഡിൽ ചെയ്യാം. ഓക്കെ, പിന്നെ ആൾസോ നമുക്ക് ഈ ഡാറ്റനെ വിത്ത് സർവീസ് ആൻഡ് വിത്തൗട്ട് റിക്കവറി ചെയ്തിട്ടും റിക്കവറി ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഡാറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ മെയിൻ ആയിട്ട് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ബിക്കോസ് ഓഫ് ദ ഇന്റഗ്രിറ്റി സർവീസ് റിലേറ്റഡ് ടു ആക്റ്റീവ് അറ്റാക്ക് വി ആർ കൺസേൺ വിത്ത് ദ ഡിറ്റക്ഷൻ റാദർ ദാൻ പ്രിവെൻഷൻ. അപ്പോൾ ഇതൊക്കെ ആക്റ്റീവ് അറ്റാക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ഡിറ്റക്ഷൻ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതർ ദാൻ പ്രിവെൻഷൻ. ഓക്കെ, നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നതിലേറെ കൂടുതൽ നമ്മൾ ആ ഒരു ആക്റ്റീവ് അറ്റാക്ക് ആയതുകൊണ്ട് ഇതിൽ ചേഞ്ച് വന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള രീതിയും കൂടി ഈ സർവീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഇഫ് എ വയലേഷൻ ഇന്റഗ്രിറ്റിയിൽ എന്തെങ്കിലും വയലേഷൻ ഡിറ്റക്ട് ചെയ്താൽ then the service may simply report this violation and some other portion software or human intervention is required to recover from the violation. Okay, ഒരു വയലേഷൻ, അതായത് ഇന്റഗ്രിറ്റിയിൽ വയലേഷൻ ഡിറ്റക്ട് ചെയ്താൽ, അതായത് നമുക്ക് നമ്മുടെ മെസ്സേജിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ നമ്മൾ ഈ ഒരു സർവീസ്, അതായത് നമ്മുടെ സെക്യൂരിറ്റി സർവീസ് എന്ത് ചെയ്യും, ഈ ഒരു വയലേഷൻ റിപ്പോർട്ട് ചെയ്യും. അത് എന്നിട്ട് നമ്മൾ വല്ല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ യൂസ് ചെയ്തിട്ടോ ആ ഒരു ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ഓക്കെ, ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡാറ്റ ഇന്റഗ്രിറ്റിയിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓതന്റിക്കേഷൻ. ഓക്കെ, ഓതന്റിക്കേഷൻ മീൻസ് authentication service is concerned with assuring that the communication is authentic. കമ്മ്യൂണിക്കേഷൻ ഓതന്റിക് ആണ് എന്നുള്ളത്, ദാറ്റ് ഈസ് ടു വെരിഫൈ ദ ഐഡന്റിറ്റി ഓഫ് ദ യൂസർ കമ്പ്യൂട്ടർ. അതായത് നമുക്ക് ആ ഒരു സെൻഡ് ചെയ്യുന്ന ആൾ തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്, അതായത് ആ ഒരു ഇൻഫോർമേഷൻ ബിലോങ് ടു ദാറ്റ് പേഴ്സൺ, ആ എന്നുള്ള പേഴ്സണിന്റെ ഇൻഫോർമേഷൻ ആണ് ബിലോട്ട് റിസീവ് ചെയ്തത് എന്നുള്ളതിനെ പറയുന്ന പേരാണ് ഓതന്റിക്കേഷൻ. ഓതന്റിക് ആവണം, ദാറ്റ് ഈസ് ഐഡന്റിറ്റി ഓഫ് ദ യൂസർ, ആ യൂസറിന്റെ ഐഡന്റിറ്റി എന്താവണം, കറക്റ്റ് ആണ്. എൻറ്റിറ്റി ഓതന്റിക്കേഷൻ പ്രൊവൈഡ്സ് ചെക്കിംഗ് ഓഫ് ക്ലെയിംഡ് എൻറ്റിറ്റി അറ്റ് എ പോയിന്റ് ഇൻ ടൈം. ഓക്കെ, ഏതെങ്കിലും പോയിന്റിൽ ആ ഒരു എൻറ്റിറ്റി, അതായത് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്ത ആള് ഓതറൈസ്ഡ് പീപ്പിൾ തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ഓതന്റിക്കേഷൻ ഒരു സിംഗിൾ മെസ്സേജിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാർണിംഗ് അല്ലെങ്കിൽ അലാം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, ഈ ഓതന്റിക്കേഷൻ സർവീസിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് അഷ്യൂർ ദ റെസിപ്പിയൻ ദാറ്റ് ദ മെസ്സേജ് ഈസ് ഫ്രം ദ സോഴ്സ് ദാറ്റ് ഇസ് ക്ലെയിംസ് ടു ബി. ആ ഒരു സോഴ്സിൽ തന്നെയാണ് മെസ്സേജ് വരുന്നതെന്ന് ഉറപ്പുവരുത്തലാണ് നമ്മുടെ ഓതന്റിക്കേഷൻ സർവീസിന്റെ ഡ്യൂട്ടി. ഓക്കെ, ഇൻ അതർവൈസ് നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ ആണ്, അതായത് ടു യൂസേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിൽ അവർ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, രണ്ട് യൂസേഴ്സ് തമ്മിൽ ഒരു കണക്ഷൻ കൊടുത്തിട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ഇൻട്രാക്ഷൻ ആണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ടു കേസസ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വണ്, അറ്റ് ദ ടൈം ഓഫ് ഇനീസിയേഷൻ, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഇനീസിയേഷൻ ടു എൻറ്റിറ്റീസ്, അതായത് സെൻഡറും റിസീവറും
പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് ഓതന്റിക് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഓതന്റിക് ഇൻ ദ സെൻസ് എൻറ്റിറ്റി ആർ ക്ലെയിംസ് ടു ബി, ആ മെസ്സേജ് അയക്കുന്ന ആൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഫസ്റ്റ് വണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ഷൻ്റെ ഇനീഷ്യേറ്റീവിൽ തന്നെ രണ്ട് എൻറ്റിറ്റിയും ഓതന്റിക് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സെൻഡർ ഒരു റിസീവർ ആണെങ്കിൽ സെൻഡർ ആദ്യം ഒരു ആക്നോളജ്മെന്റ് ഒരു മെസ്സേജ് റിക്വസ്റ്റ് അയക്കും, റിസീവർ അത് ആക്നോളജ് ചെയ്യും. അപ്പോൾ സെൻഡറും റിസീവറും ഓതന്റിക് ആണ് മനസ്സിലാക്കും. സെക്കൻഡ് നമുക്ക് നോക്കേണ്ട വെച്ചാൽ ദാറ്റ് കണക്ഷൻ ഇസ് നോട്ട് ഇന്റർഫിയർ ബൈ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയർ ചെയ്ത് മാസ്ക്രേഡ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ദാറ്റ് ഈസ് അൺഓതറൈസ്ഡ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അതായത് ഒരു മാസ്ക്രേഡ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഒരു പ്രിട്ടൻഡ് ടു ബി ഒരു സെൻഡർ ആണ് അല്ലെങ്കിൽ റിസീവർ ആണ് എന്ന് പ്രിട്ടൻഡ് ചെയ്തിട്ട് ആ ഒരു കോൺവെർസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് മാസ്ക്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, സോ അതാണ് നമ്മുടെ സെക്കൻഡ് കാര്യം. അങ്ങനെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 2 ടൈപ്സ് ഓതന്റിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് പിയർ എൻറ്റിറ്റി ഓതന്റിക്കേഷൻ ആൻഡ് ഡാറ്റ ഒറിജിൻ ഓതന്റിക്കേഷൻ. പിയർ എൻറ്റിറ്റി ഓതന്റിക്കേഷൻ മീൻസ് ഇൻ കണക്ഷൻ ഓറിയന്റഡ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് പ്രൊവൈഡ്സ് ഓതന്റിക്കേഷൻ ഓഫ് ദ സെൻഡർ ഓർ റിസീവർ ഡ്യൂറിംഗ് ദ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ രണ്ട് കാര്യങ്ങളും ഒന്ന്, അതായത് കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അവരെന്ത് ചെയ്യണം, റിസീവറും സെൻഡറും ഓതന്റിക്കേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ബൈ യൂസിങ് ആക്നോളജ്മെന്റ് മെസ്സേജ്. അതായത് സെൻഡർ ഒരു റിക്വസ്റ്റ് അടിച്ചിട്ട് റിസീവർ കറസ്പോണ്ടിങ് ആക്നോളജ് അടിച്ചാൽ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സമയത്ത് അവർ ഓതന്റിക്കേറ്റ് ആണ്, കറക്റ്റ് റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ ആണെന്ന് ഉറപ്പുവരുത്തണം. ദെൻ നെക്സ്റ്റ് ഡാറ്റ ഒറിജിൻ ഓതന്റിക്കേഷൻ. അത് കണക്ഷൻലെസ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. ഈ ഓതന്റിക്കേറ്റ് സോഴ്സ് ഓഫ് ഡാറ്റ വരുന്നത് കറക്റ്റ് സോഴ്സ് നിന്നാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, that's all about authentication. Then next service, security service is access control. Access control is nothing but the access of the information should be to an authorized person. Authorized person ആണ് access. That is prevent the unauthorized access to resources. ഈ resources അതായത് ഇൻഫോർമേഷൻ്റെ ആക്സസ് ഓൺലി ടു ഓതറൈസ്ഡ് പേഴ്സൺസിനാണ്. ദാറ്റ് ഈസ് ആക്സസ് കൺട്രോൾ. ആ ഫുൾ ആക്സസും ഇൻഫോർമേഷൻ്റെ ആണെങ്കിലും അതിൻ്റെ റിസോഴ്സസിൻ്റെ ആണെങ്കിലും അതിൻ്റെ സോഴ്സിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെ ആക്സസ് ഓതറൈസ്ഡ് പീപ്പിളിനാവണം. ടു ഏബിൾ ടു ടെൽ ഹൂ ക്യാൻ ഡു വാട്ട് വിത്ത് വിച്ച് റിസോഴ്സസ്. ഓക്കെ, ആർക്കാണ് ആ റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റുക, അതായത് ഓതറൈസ്ഡ് പീപ്പിളിന് മാത്രമേ അത് ആ റിസോഴ്സിനായിട്ട് ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിസോഴ്സ്. കമ്മ്യൂണിക്കേഷൻ റിസോഴ്സ് തമ്മിൽ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ റീഡിംഗ്, റൈറ്റിംഗ് ഓർ ഡിലീഷൻ ഓഫ് ഇൻഫോർമേഷൻ സോഴ്സ്. ദെൻ എക്സിക്യൂഷൻ ഓഫ് പ്രോസസ്സിംഗ് റിസോഴ്സിനെ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫോർമേഷൻ റിസോഴ്സിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനൊന്നും അൺഓതറൈസ്ഡ് എൻറ്റിറ്റിക്ക് ആക്സസ് ആവാൻ പാടില്ല. സോ എല്ലാ ആക്സസും ഫുൾ ആക്സസ് കൺട്രോൾ നമ്മുടെ ഓതറൈസ്ഡ് പേഴ്സൺസിനാവണം. ദാറ്റ് ഈസ് ആക്സസ് കൺട്രോൾ. ദെൻ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓക്കെ, ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞു, ഡാറ്റ ഇൻറ്റഗ്രിറ്റി പറഞ്ഞു, ദെൻ നെക്സ്റ്റ് ആക്സസ് കൺട്രോൾ ഓതന്റിക്കേഷൻ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് നോൺ റെപ്യൂഡിയേഷൻ. Non-repudiation means to make sure that a user or server can't deny later having participated in the transaction. നമ്മൾ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ സെൻഡർ പറയും ആ ഒരു അത് ചെയ്തിട്ടില്ല എന്ന് ഡിനൈ ചെയ്യും, അല്ലെങ്കിൽ റിസീവർ ഡിനൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ make sure that the user or the server can't deny having participate. ട്രാൻസാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഡിനൈ വരാൻ പാടില്ല. ദാറ്റ് ഈസ് നോൺ റെപ്യൂഡിയേഷൻ. ഇതൊരു സെക്യൂരിറ്റി സർവീസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസ് വരും. ദാറ്റ് ഈസ് നോൺ റെപ്യൂഡിയേഷൻ ഓഫ് ഒറിജിൻ ആൻഡ് നോൺ റെപ്യൂഡിയേഷൻ ഓഫ് ഡെസ്റ്റിനേഷൻ. അതായത് സെൻഡറോ റിസീവറോ ഡിനൈ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് എ സെൻഡർ ഓഫ് ഡാറ്റ ഡിനൈങ് ദാറ്റ് ഡാറ്റ was sent. ആ ഡാറ്റ സെൻഡ് ചെയ്തു എന്നുള്ളതിന് സെൻഡർ ഡിനൈ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് നോൺ റെപ്യൂഡിയേഷൻ ഓഫ് ഒറിജിൻ. ദെൻ നോൺ റെപ്യൂഡിയേഷൻ ഓഫ് ഡെസ്റ്റിനേഷൻ മീൻസ് ഇറ്റ് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് എ റിസീവർ ഓഫ് ഡാറ്റ ഡിനൈങ് ദാറ്റ് ഡാറ്റ വാസ് റിസീവ്ഡ്. ഡാറ്റ റിസീവ് ചെയ്തിട്ടില്ല എന്ന് റിസീവർ പറയാൻ പാടില്ല. ഓക്കെ, സോ റെപ്യൂഡിയേഷൻ ഈസ് ബേസ്ഡ് പ്യൂർലി ബേസ്ഡ് ഓൺ the attack based on the two entity that is participating in the കമ്മ്യൂണിക്കേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെൻഡറും റിസീവറിലും വരുന്ന അറ്റാക്ക് ആണ് നോൺ റെപ്യൂഡിയേഷൻ. ഓക്കെ, അപ്പോൾ റിസീവറും അതുപോലെ തന്നെ സെൻഡറും ഡിനൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സെക്യൂരിറ്റി സർവീസസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്യൂരിറ്റി സർവീസസ്. ആൻഡ് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത്, ഒരു രണ്ട് ടേംസ് തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് ഈസ്, അത് ഇതിൽ വരുന്നതല്ല പക്ഷെ നമ്മുടെ ഈ വോൾ മൊഡ്യൂളിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓതറൈസേഷൻ ആൻഡ് വാട്ട് ഈസ് ഓതന്റിക്കേഷൻ. ഓതറൈസേഷൻ എന്താ, ഓതന്റിക്കേഷൻ എന്താന്നുള്ളത്.
ഓതറൈസേഷൻ സിമ്പിൾ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഒരു നമ്മുടെ കയ്യിൽ ഒരു ATM കാർഡ് ഉണ്ട്. അപ്പോൾ ഒരു ബാങ്ക് ABC ഒരു ബാങ്കിൽ നമ്മൾ ATM കാർഡ് എടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും അല്ലേ? സോ ഈ ഒരു ഓതറൈസ്ഡ് പേഴ്സൺസിനാണ് ആ ഒരു സർവീസ് പ്രൊവൈഡ് ആയിട്ടുള്ളത്. അതായത് ഈ ATM കാർഡുള്ള ഇപ്പം ഞാൻ ഒരു ATM നിന്ന് ക്യാഷ് എടുക്കുന്നു. സോ ഞാൻ ഓതറൈസ്ഡ് പേഴ്സൺ ആണ് ടു ടേക്ക് ക്യാഷ് ഫ്രം ദാറ്റ് ആ ATM നിന്ന് അല്ലെങ്കിൽ ആ ബാങ്കിൽ നിന്ന് ആ ATM കാർഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുക്കാം. സോ ഐ ആം ആ ഒരു കാർഡുള്ള ആളാണ് ഓതറൈസേഷൻ, അതായത് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഓതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ കാർഡ് മിസ്സായി പോയാൽ ഇത് വേറൊരാൾ മിസ്യൂസ് ചെയ്യുമ്പോൾ അത് എൻ്റെ കാർഡാണ്. സോ അത് ഓതന്റിക് അല്ല. അതായത് അതിൻ്റെ ഓതർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബിലോങ്സ് ടു മീ ആണ്. അപ്പോൾ ആ ഒരു വേറൊരാൾ ആ കാർഡ് യൂസ് ചെയ്തിട്ട് എടുത്താൽ അത് ആ കാർഡ് ഉള്ളതുകൊണ്ട് അയാൾ ഓതറൈസ്ഡ് ആണ് ആ കാർഡ് യൂസ് ചെയ്യാൻ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഓതന്റിക്. അത് ഓതന്റിക് അല്ല. ബിക്കോസ് ആ ഒരു കാർഡ് വേറൊരാളുടെ ആയതുകൊണ്ട്, അതായത് അതിൻ്റെ യൂസർ വേറെ ആയതുകൊണ്ട് ഓതന്റിക് അല്ല. അതാണ് ഓതന്റിക്കേഷനും ഓതറൈസേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, so that's all about security services and also today's class. Thank you. Have a nice day.